ഏകദേശം 10 മണിയോടുകൂടി തന്നെ ഞാൻ ഓഫീസിലേക്ക് തിരിച്ചു കേട്ടോ. ഓഫീസിൽ പോയ ഉടനെ തന്നെ ലൈവിലേക്ക് കയറുകയായിരുന്നു. അപ്പോൾ +2 കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മണിക്കൂറോളം ആ ലൈവ് ഉണ്ടായിരുന്നു. നോമ്പ് നോറ്റി ക്ലാസ് എടുക്കാൻ അത്ര സിമ്പിളായുള്ള കാര്യമല്ല. ശേഷം വൈകുന്നേരം 3:10 ഒരു 3:40 വരെ നമ്മൾ SSLC കുട്ടികൾക്ക് സ്ലൈഡ് ഉണ്ടാക്കി കേട്ടോ. അവർക്ക് രാത്രി ലൈവ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് നാളത്തെ ലൈവിൻ്റെ പ്രൊമോ എടുക്കേണ്ടത്. പ്രിറ്റി മിസ് തിന്നുന്നതാണ് കാണുന്നത്. നോമ്പിനൊന്നും 30ക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാനും മെഡിസറൊക്കെ പ്രൊമോ ഒക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ നേരെ പോകുന്നത് നമ്മുടെ പള്ളിയിലേക്കാണ് കേട്ടോ. ആ പള്ളി നല്ല രസമാണ്. ഈ കോഴിക്കോട് ശ്വാസകോശമുള്ള സരോവരത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മുടെ റോഡ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എരഞ്ഞിപ്പാലത്ത് നിന്ന് ബേബിയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും, വലിയൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. കണ്ടാൽ നമ്മൾ വിചാരിക്കുക എന്തോ ഒരു മാളാണെന്നാണ്. പക്ഷേ പല ആളുകൾക്കും അറിയില്ല അതൊരു പള്ളിയാണെന്നുള്ളത്. സോ ആ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല സെറ്റപ്പോഴുള്ള പള്ളിയാണ് കേട്ടോ. നിസ്കരിക്കാനും അതോടൊപ്പം തന്നെ പാർക്ക് ചെയ്താൽ ഈ കാണുന്നതാണ്. പല ആളുകളും കണ്ടിട്ടുണ്ടോ, അതിൻ്റെ ഷേപ്പൊക്കെ ഭയങ്കര വണ്ടർഫുള്ളാണ്. അപ്പോൾ ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരെ പാർക്കിങ്ങിലേക്ക് പോവാണ്. പാർക്ക് ചെയ്തതിന് ശേഷം നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പണ്ടേ പോയതുകൊണ്ട് പിന്നെ എവിടെ പോയാലും ഫാൻസുള്ള JD സാറാണ് കാണുന്നത്. ഉദുവൊക്കെ എടുത്തതിന് ശേഷം നേരെ പള്ളീൻ്റെ അകത്തേക്ക് കയറാണ്. നോമ്പ് തുറക്കാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേറെ നിറയാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വരാം. അത് മാത്രമല്ല അവിടെ പെൺകുട്ടിക്കും നോമ്പ് തുറ അവൈലബിൾ ആണ് കേട്ടോ. 6:32 6:40 വരെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇയാൾ ഖുർആനൊക്കെ ഓതി നിൽക്കുകയാണ്. നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും എല്ലാവരും കാത്തിരിക്കുകയാണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാങ്ക് കൊടുക്കുന്നവരെ കാത്തിരിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. 32 40 ആവാനുള്ള ടൈം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാങ്ക് കൊടുത്തു കഴിയുന്നതും ഭക്ഷണം കഴിച്ചെന്നൊക്കെ ഏകദേശം ഒരേ സമയമായിട്ട് അച്ചാതി സ്പീഡായിരുന്നു. പിന്നെ നേരെ നിസ്കരിക്കാൻ പോയി വേഗം പുറത്തിറങ്ങി നോക്കുന്ന സമയത്തുണ്ട് JD സാർ വൈഫിനെയും കൊണ്ടാണ് വന്നത് മനസ്സിലായത്. അവിടെ പെൺകുട്ടിക്കുള്ള സൗകര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെയൊക്കെ അറിവുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നേരെ സൈലത്തിലേക്ക് വന്നു. SLCൻ്റെ ലൈവ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3.5 മണിക്കൂറോളം ആ ലൈവും കഴിഞ്ഞ് ഒരു 12 മണിയോടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ. അപ്പോൾ ബാക്കി പിന്നെ കാണാം. ബൈ.